ഒരു രൂപം വന്നിട്ട് തല എന്താ പറയുക മൃഗം, ശരീരം മനുഷ്യൻ, ഇങ്ങനത്തെ ഒരു രൂപം വന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ ഓങ്ങി. അത് അവിടെ ആ വീട്ടിൽ മരണപ്പെട്ട ഒരു മുത്തച്ഛനാണ്. അപ്പോൾ നല്ല ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബോഡി വിട്ടിട്ട് എൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റും എനിക്ക്. ഈ ഊർജത്തിനെ എങ്ങനെയാണ് കണ്ണുകൊണ്ട് നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്? ചില ഊർജ്ജങ്ങളെ കണ്ടുകൊണ്ട് ദർശിക്കാൻ പറ്റും എന്ന് പറയണത് ഞാൻ എൻ്റെ അനുഭവത്തിൽ, അതായത് ഞാൻ മാന്ത്രികം എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എൻ്റെ ഉപാസനയിലേക്ക് വന്നപ്പോഴാണ് മാന്ത്രികം എന്നുള്ള ഇതിലേക്ക് വരുന്നത്. മാന്ത്രികം എന്ന് പറഞ്ഞ ഒരു വലിയൊരു പദ്ധതിയാണ്. അതിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. ഞാൻ അതിലെ ചെറിയൊരു, നമ്മൾ മോഹൻലാൽ പറയണ പോലെ അതിൽ തീരത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് ഞാൻ. കാരണം മാന്ത്രികത്തിൽ വളരെയധികം പഠിക്കാനുണ്ട്, വളരെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പലതരത്തിലുണ്ട് നമ്മളുടെ ഇവിടെ മാന്ത്രികം. കാരണം കല്ലടിക്കോട് സമ്പ്രദായമുണ്ട്, കേരള സമ്പ്രദായമുണ്ട്, പല സമ്പ്രദായങ്ങളുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് കല്ലടിക്കോട് മലബാരം സമ്പ്രദായം അനുസരിച്ച് പഠിച്ചൊരു വ്യക്തിയാണ്. കല്ലടിക്കോട് പോയിട്ട് ദീക്ഷയൊക്കെ എടുത്തിട്ട് വന്നതാണ് പുള്ളി. അതിന് പിന്നെ അവിടുന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ആൾക്ക് കല്ലടിക്കോട് സമ്പ്രദായമാണ് കൂടുതൽ സ്യൂട്ടായ ഒരു മേഖല. പക്ഷെ ഞാനിതൊന്നും പഠിച്ചിട്ടുമില്ല, എനിക്ക് ഗുരുവില്ല മാന്ത്രികത്തിൽ. അപ്പം ഞാൻ എൻ്റെ ഭഗവതിയോട്, എൻ്റെ കുഞ്ഞുട്ടിയമ്മയോട് ഞാൻ ഒരേ സംശയങ്ങൾ വരുമ്പോൾ കുഞ്ഞുട്ടിയമ്മയാണ് എനിക്ക് ക്ലാരിറ്റി അതിൽ തരും ചെയ്യുക. ഞാൻ അതിന് അനുസരിച്ചാണ്. അപ്പം ഞാൻ ഇപ്പോൾ നമ്മളുടെ ഊർജ്ജങ്ങൾ കാണാൻ പറ്റുമെന്ന്. അപ്പം ഞാനൊരു ദിവസം കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ നേരത്ത് എൻ്റെ കണ്ണിൽ ഒരു വെളുത്ത രൂപം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വെളുത്ത രൂപത്തിന് ഞാൻ ചോദിച്ചു, അമ്മ ഇതെന്താണ് എൻ്റെ മുമ്പിൽ നിൽക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആ കുഞ്ഞുട്ടിയമ്മയുടെ ഉത്തരം വന്നു, നീ അത് ഭയക്കേണ്ട കാര്യമില്ല, നിനക്കതറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു ദിവസം അങ്ങനെ ഒരു അതായത് അസ്ട്രൽ ബോഡി, നമ്മൾ ധ്യാനത്തിലും മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴും നമ്മുടെ ബോഡി വിട്ടിട്ട് പുറത്തിറങ്ങണ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടെന്ന് മോൾക്ക് അറിയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. അതായത് ഇപ്പോൾ നല്ല ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബോഡി വിട്ടിട്ട് എൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റും എനിക്ക്. നല്ല ശക്തമായ ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരം അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അറിയാം ഞാൻ ഇരിക്കുമ്പോഴും. അപ്പോൾ അവരെന്നെ ഒന്ന് പതുക്കെ തട്ടിയിട്ട് ആണ്, ചിലപ്പോൾ ഞാൻ കുറേ നേരമൊക്കെ ഇരിക്കുകയാണെങ്കിലും ആൾ കടന്നു വരുമ്പോൾ എന്നോട് പറയാം. പക്ഷെ ചിലപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ആൾ വന്നതോ. കാരണം അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്ന് പതുക്കെ ഒന്ന് വന്ന് തുടരണം. കാരണം ഞാൻ എൻ്റെ ബോഡി അസ്ട്രൽ ബോഡിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ തിരിച്ചു വന്ന് അതിലേക്ക് ഇറങ്ങിയാലാണ് ആ പരിസരമായിട്ട് എനിക്ക് വീണ്ടും ഇതാവാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകും, പെട്ടെന്നൊരു ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണോട് അദ്ദേഹത്തിന് അത് അറിയാം. ഞാൻ എപ്പോഴും പറയും, ഞാൻ കിടക്കുകയാണെങ്കിൽ പോലും വൈകുന്നേരം ആണെങ്കിലും പകലാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് റൂമായി കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ ഓറ പുറത്തേക്ക് ശരീരം വിട്ടിട്ട് പുറത്തേക്ക് നിൽക്കുകയാണ് ഫീല് നമുക്ക് അനുഭവപ്പെടും. നല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണ കാര്യമാണ്. അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി ഇങ്ങനെ കരയുകയാണ്. രാത്രി 10 മണിയായ കുട്ടി കരയും, എന്നും ഇങ്ങനെ കരയും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, രാത്രി 10 മണിയായ കുട്ടി കരയുകയാണ്. അപ്പോൾ എന്താണ് ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ ഇതേപോലെ ധ്യാനത്തിലിരുന്നു. രാത്രി 10 മണിക്ക് ശേഷം ധ്യാനത്തിലിരുന്നു. കാരണം രാത്രി 10 മണിക്ക് ശേഷമാണ് കുട്ടി കരയണത്, 11 മണിക്ക് അടുക്കുമ്പോഴാണ് കരയണത്. ധ്യാനത്തിലിരുന്നിട്ട് എൻ്റെ അസ്ട്രൽ ബോഡിയായിട്ട് യാത്ര ചെയ്യുകയാണ്. ചെയ്തേക്കുമ്പോൾ അവർ വീടിൻ്റെ മുകളിൽ, അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ, എൻ്റെ ഉപാസന ദേവതനായിട്ടാണ് ഞാനീ പോണത്. അപ്പോൾ ആദ്യത്തെ ദിവസം പോയപ്പോൾ ഒരു രൂപം വന്നിട്ട് തല എന്താ പറയുക മൃഗം, ശരീരം മനുഷ്യൻ, ഇങ്ങനത്തെ ഒരു രൂപം വന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ ഓങ്ങി. അപ്പം ഞാനൊന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നു, ഒന്നും മിണ്ടിയില്ല. കൈ ഓങ്ങില്ല, ഇങ്ങനെ തടുത്ത് നിർത്തി, എന്നെ ഇങ്ങനെ തടുത്ത് നിർത്തി ഞാൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം അതേ നേരത്ത് 11 മണിയാകുമ്പോൾ വീണ്ടും യാത്ര ചെയ്ത് അവരെ വീട്ടിലെത്തി. അവരെ വീടിൻ്റെ താഴെ നിന്ന് എത്തിയേക്കുമ്പോൾ അങ്ങനെ കൈ ഇങ്ങനെ കാട്ടിയപ്പോൾ ഞാനിങ്ങനെ അടിക്കാൻ ഓങ്ങണ പോലെ, നമ്മൾ ചെറിയ കുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അടിക്കുമല്ലോ. അപ്പോൾ ചെറിയൊരു കുട്ടീനെ എടുത്ത ഉയരമുള്ള ഒരു കുട്ടിയാണ് നിൽക്കുന്നത്. ശരീരം മനുഷ്യൻ്റെയും തല മൃഗത്തിൻ്റെ ആയിട്ടൊരു കുട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഓങ്ങിയോട് കൂടിയിട്ട് ഇത് മാറിയപ്പോൾ ഞാൻ അവരെ വീട്ടിലേക്ക് പ്രവേശിച്ചു. അർദ്ധരാത്രി എൻ്റെ ഓറയായിട്ട് ഞാൻ പ്രവേശിച്ചപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ ഒരു നീലപ്രകാശമാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇതേപോലെ ഒരു പ്രകാശം, ഇങ്ങനെ വൃത്തത്തിലുള്ളൊരു പ്രകാശം ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉപാസന ദേവതയോട് ചോദിച്ചു, എന്താ അമ്മയാണ് നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ നിനക്കതറിയില്ലേ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒന്ന് കാണുന്നത് എന്ന് ചോദിച്ചു. അത് അവിടെ ആ വീട്ടിൽ മരണപ്പെട്ട ഒരു മുത്തച്ഛനാണ്. അതായത് ഇവൻ എൻ്റെ കോമരമായിരുന്നു. ദേവി ഉത്തരം തന്നത് ഇങ്ങനെയാണ്, ഇവൻ എൻ്റെ കോമരമായിരുന്നു. ഇവൻ്റെ അതായത് പേരക്കുട്ടിയോട്, അതായത് പിന്നെ ആവേണ്ടത് ആരും ആയില്ല, കോമരം പിന്നെ ആരും ആയില്ല. അപ്പം അത് അന്യം നിന്ന പോലെ പോയി. അപ്പോൾ ഇവനത് ആവണം, ഇവനെയാണ് അത് ആക്കേണ്ടത്.
അതിനുള്ളൊരു അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് ഈ മരിച്ചുപോയ പുള്ളി ഇതിന് വീടിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പം ഇത് ഇവനെ അറിയിക്കണം, നീയാണ് ഇനി അടുത്ത അനന്തരാവകാശി എന്നുള്ളത് ഇവനെ അറിയിക്കണം. കാരണം ഈ കോമരത്തിൻ്റെ ആയുധങ്ങളല്ല ഉള്ളത് ഇവരുടെ ഒരു ചെറിയച്ഛൻ്റെ വീട്ടിലാണ്. ഈ വലിയച്ഛനും ചെറിയച്ഛനേട്ടനും എന്നെയും മക്കളും ഇവർ തമ്മിൽ വഴക്കാണ്, ഇവർ പരസ്പരം മിണ്ടില്ല. പക്ഷേ ഈ ആയുധം ഇരിക്കുന്നത് അയാളെ വീട്ടിലാണ്, അത് ഇവനിലേക്ക് എത്തണം, അത് ഇവനെ അറിയിക്കാൻ ആണ് ഈ മുത്തച്ഛൻ ഇവിടെ ഈ ഒരു രൂപത്തിൽ നിൽക്കണത്. അപ്പം അതിനെങ്ങനെ എനിക്ക് കണ്ടത്, എൻ്റെ കണ്ണിൽ എങ്ങനെ കണ്ടു? എനിക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല, അവരെ കുട്ടി കരയണമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ കുട്ടി കരയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്താൻ ഞാൻ പോയതല്ലേ. ഇവർക്കൊന്നും അറിയില്ല, കാരണം ഇവരോട് ഞാൻ പറഞ്ഞില്ല, കാരണം അവർ പിടിച്ചു പോവില്ലേ. ഞാൻ യന്ത്രം എഴുതി കൊടുത്തു, അതിൻ്റെ ശേഷം പിന്നെ കുട്ടിക്ക് അറിഞ്ഞിട്ടില്ല, രാത്രിയായി. പക്ഷേ ഈ കുട്ടീനെ ഇവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാത്രി 11 മണിക്ക്. എന്നും രാത്രി തന്നെയാണ്. ഇവർ പേടിച്ച ഇതായപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സും ഡോക്ടറും പറഞ്ഞത് കുട്ടിക്ക് രോഗമൊന്നുമില്ല, ഇനി വയറുവേദനയാണോ ചെവിവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ കുട്ടിക്ക് അസുഖമൊന്നുമില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും പോയി കണ്ടെത്തൂ. അതായത് ഇത്തരം ആൾക്കാരെ, മാന്ത്രികരായ ആൾക്കാരെ പോയി കണ്ടെത്തി ഒരു ചരട് ജപിക്കാനാണ് അവർ പറഞ്ഞത്. അപ്പം ഇത് അന്ധവിശ്വാസമാണെങ്കിൽ എന്തിനാ അപ്പം അത് അങ്ങനെ അവർ പറയണത്? അപ്പം ഇത്തരം എനർജികൾ അന്തരീക്ഷത്തിലുണ്ട്, അത് കുഞ്ഞു കുട്ടികൾ തന്നെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അവർക്ക് ആ എനർജി ആയിട്ട് പെട്ടെന്ന് ഇതാവാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് അവർ കരയണത്. ചില കുട്ടികൾ രാത്രി കരയണതിൻ്റെ മെയിൻ കാരണം, ഞെട്ടിത്തെറിക്കണതും കരയണതിൻ്റെ മെയിൻ കാരണം ഇത്തരം എനർജികൾ അന്തരീക്ഷത്തിലുള്ളത് അവർക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ബോഡിയിൽ. അതുപോലെ പൂച്ചകൾ വേഗം കണ്ടെത്തും, നായകൾ പെട്ടെന്ന് അവർക്ക് കണ്ടെത്തും. അപ്പോൾ ഇത്തരം എനർജി അവർക്കൊക്കെ കാണാൻ പറ്റും, നമ്മൾക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അതിന് ധ്യാനം നല്ല രീതിയിൽ, അതായത് സ്പിരിച്വൽ പവറുള്ളൊരു വ്യക്തിക്ക് അത്തരം കാഴ്ചകളെ അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ ഈ കണ്ണിൽ എനർജി എടുക്കാൻ തുടങ്ങി കണ്ണുകൊണ്ടും കാണാൻ പറ്റും. കാരണം എനർജി, നമ്മുടെ ബോഡി എന്താണെന്ന് വിചാരിച്ചേക്കണത് ഏറ്റവും കൂടുതൽ പവർ സ്ത്രീകൾക്കാണ്. ഈ സ്ത്രീകൾ ആ ശക്തി ദേവി പറഞ്ഞിട്ടുണ്ട്, ദേവി ഭാഗവതത്തിൽ ഈ കാണുന്ന എല്ലാ സ്ത്രീരൂപങ്ങളും എൻ്റെ അംശമാണെന്ന്. അപ്പോൾ ഈ ശക്തി ആരുടെ ശരീരത്തിലുള്ളത്? ഒരു സ്ത്രീയുടെ ശരീരത്തിലാണുള്ളത്. അതവർ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ മതി. എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറയണം, അമ്മേ എനിക്ക് ബുദ്ധിമുട്ട് തീർക്കാൻ അവരിൽ തന്നെ മാർഗമുണ്ട്. അത് ഗൈഡൻസ് കൊടുക്കലാണ് എൻ്റെ പണി. അപ്പം ഞാൻ രാവിലെ പറഞ്ഞു നിങ്ങൾ എണീച്ച് 3 മണിയാകുമ്പോൾ ധ്യാനത്തിലിരിക്കൂ എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യാൻ തയ്യാറായാൽ മതി. കുറേ പ്രശ്നങ്ങൾ അവർക്ക് മാറും, കുറേ അല്ല 95% പ്രശ്നങ്ങൾ അവർക്ക് മാറും. പക്ഷെ അതാരും ചെയ്യണില്ല. എല്ലാവരും എന്നെ വിളിച്ച് എന്നോട് പറയും, അമ്മ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കില്ല. കാരണം ഈ ചൈതന്യം എന്നിലാണ് ഇരിക്കണത് അല്ലേ. എൻ്റെ ചൈതന്യം ഞാനെടുത്തിട്ടാണ് അവിടെ ഒരു പ്രതിഷ്ഠയിൽ കൊണ്ടുപോയി വെച്ചേക്കണത്. അപ്പം പിന്നെ ഞാൻ ആരോടെ പ്രാർത്ഥിക്കണത്? എന്നിലുള്ള പ്രതിഷ്ഠയല്ലേ അവിടെ ഇരിക്കണത്. ഇത് ഇരിക്കണതും കേൾക്കണത് ആരാ? ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കില്ല, നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചാൽ മതി. കാരണം കേരളീയർക്ക് പൊതുവായൊരു സ്വഭാവം ഉണ്ടെന്നറിയോ, അമ്പലത്തിൽ പോകണം കാര്യം ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കണേ ഇല്ലേ. അവനവൻ്റെ കർമ്മം അവനവനാണ് തീർക്കേണ്ടത്. മറ്റൊരാളെ കൊണ്ട് പ്രാർത്ഥിക്കലും മറ്റൊരാളെ കൊണ്ട് ചെയ്യേണ്ടതല്ല. കാരണം അനുഭവിക്കണത് ആരാ? അവനവനാണ്. അപ്പം ഈ കർമ്മം ആരാണ് ക്ലൻസ് ചെയ്യേണ്ടത്? അവനാൻ തന്നെയാണ്. അവർക്ക് പറ്റാണ്ടാകുമ്പോൾ മാത്രമാണ് മാന്ത്രികരെ പോയി കണ്ടെത്തേണ്ട കാര്യമുള്ളൂ. അവർക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നാൽ മാന്ത്രികരുടെ അടുത്ത് പോയി അതിന് സൊല്യൂഷൻ മാന്ത്രികരെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം മാന്ത്രികരെ തേടി പോകേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഗൈഡൻസ് എടുക്കാൻ ടാരോ റീഡിങ്ങിന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരും. അപ്പോൾ ഈ ടാരോ റീഡിങ്ങിന് വരുമ്പോൾ ഞാൻ ഗൈഡൻസ് കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ ഇന്നത് ചെയ്ത് പറ്റില്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് ഞാൻ പറയുക. അത് ഉടനടി വന്നിട്ട് നിങ്ങൾ യന്ത്രം ധരിക്കൂ, നിങ്ങളത് ചെയ്യൂ, ഇത് ഹോമം ചെയ്യൂ ഞാൻ പറയാറില്ല. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണത് എന്താണെങ്കിൽ അവർക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് കൊടുക്കുക. ഇന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എൻ്റെ ആ ഗൈഡൻസ് കിട്ടിയിട്ട് ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുണ്ട്. കാരണം എന്താണെങ്കിൽ അവരാദ്യം അവരെ ആ ഒരു സിറ്റുവേഷൻ ഇതാണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്താൽ, കാരണം ടാരോ റീഡർമാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ പ്രഡിക്ഷൻ വെച്ചിട്ട് ഇത്രയും എനർജി എടുത്തിട്ട് ടാരോ റീഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ടാരോ ആർക്ക് വേണമെങ്കിലും റീഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ എനർജി ബേസിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളിൽ ഇതാണ് സിറ്റുവേഷൻ. എല്ലാവരും ടാരോ റീഡർമാർ എല്ലാവരുടെയും കഥകൾ കേട്ടിട്ട് അവരുടെ ജീവിതം കേട്ടിട്ടാണ് ചോദ്യം ഉണ്ടാക്കിക്കുക. ഞാനൊന്നും കേൾക്കാറില്ല. അവരോട് പറയും നിങ്ങളുടെ ടൈം ഡേറ്റ്, അതായത് അവരുടെ സമയം ചോദിക്കില്ല, നക്ഷത്രം വീട്ടും പേര് അവരുടെ സ്വന്തം പേര്, ആ പേരെടുത്ത് അവർ എനർജി കാർഡിലേക്ക് എടുത്തിട്ട് കാർഡ് പരത്തിയതിന് ശേഷം ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ഞാൻ അങ്ങോട്ട് പറയുക ചെയ്യുക. അവരോടൊന്നും ഇങ്ങോട്ട് പറയിപ്പിക്കാറില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവരെനിക്ക് കൺസൾട്ടേഷൻ ഫീ തരേണ്ട കാര്യമുള്ളത്? അവരെല്ലാ കഥയും ഞാൻ കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് അവർ കൺസൾട്ടേഷൻ തരുന്നത്?
അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ പറയണത് ചോദ്യങ്ങൾ, ചില ആൾക്കാർ ഒരു ചോദ്യത്തിന് 1000 രൂപ, ഒരു ചോദ്യത്തിന് 500 രൂപ ഒക്കെ വാങ്ങുന്ന ആൾക്കാർ എൻ്റെ കൂടെ പഠിച്ചവർ തന്നെ ഉണ്ട്. ഒരു ചോദ്യത്തിന് 500 രൂപയാണ്. എനിക്ക് അങ്ങനെയല്ലേ, ഞാൻ 14 20 കാർഡ് ഞാൻ പരത്തും. എന്നിട്ട് ഈ കാർഡിൻ്റെ ഫോട്ടോ അവർക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് നിങ്ങളുടെ കാർഡ് കിട്ടിയത്, ഇതാണ് റീഡിങ് ചെയ്തത് എന്ന് പറയും. അല്ലാതെ ഗൂഗിൾ മീറ്റ് വഴിയൊന്നും ഞാൻ വീഡിയോ കോളൊന്നും ചെയ്യാറില്ലോ. എനിക്ക് ആരും കാണേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിൽ എനർജി എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ണിൽ കാണാണ എനർജി കയ്യിലും എടുക്കാൻ പറ്റും. അപ്പോൾ എനർജികളുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ആവാഹനത്തിന് പോയപ്പോൾ ആവാഹനം ഇങ്ങനെ ചെയ്യണ നേരത്തെ അന്തരീക്ഷത്തിൽ നിന്ന് എൻ്റെ കൈ വരുന്നില്ല. അപ്പോൾ കൈ ഇങ്ങനെ ആവുക. ഇതന്നെയാണ്. അപ്പം ഞാൻ ആവാഹിച്ച് ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ ആകുമ്പോൾ ഇതെന്തപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു സംഭവം എന്ന് ചോദിച്ചു. ഞാൻ കണ്ണടച്ച് നോക്കുമ്പോൾ ഒരു എനർജി നിൽക്കുക. ഈ എനർജി ആ വീടിൻ്റെ അറ്റത്ത് തൂങ്ങി മരിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് അയാളെന്നെ അറിയില്ലല്ലോ. ഞാൻ അവരുടെ വീട്ടിൽ ആവാഹനത്തിന് പോയതല്ലേ. ഈ തൂങ്ങി മരിച്ച വ്യക്തി ഒരു സുബ്രഹ്മണ്യൻ ഒരു ഭക്തനായിരുന്നു. അയാൾ ഇങ്ങനെ ഈ എന്താ പറയുക ഇതില്ലേ, അവരിങ്ങനെ കാവടി എടുക്കില്ലേ, ഈ കാവടി എടുത്ത് ആടുമല്ലോ, ഈ ആടുന്നതാണ് കയ്യിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ അതാണല്ലോ അമ്മ ഇങ്ങനെ കയ്യില് അന്തരീക്ഷത്തിൽ കയ്യിൽ ഇങ്ങനെ നിന്നത്. അതെ. അപ്പോൾ എനർജി നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഉപാസന ബലം കൊണ്ടും നമ്മളുടെ അകക്കണ്ണ് തുറക്കുമ്പോൾ, അതായത് നമ്മൾ ഉപാസന ബലം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആജ്ഞാചക്രം എന്നുള്ളത് ഉള്ളിലെ കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ആജ്ഞാചക്രം തുറക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ അതായത് ആന്തരികമായിട്ടുള്ള ജ്ഞാനം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ആന്തരികമായ ജ്ഞാനത്തെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആജ്ഞാചക്രം തുറന്ന അല്ലെങ്കിൽ അറിവ് ഉത്ബോധം കിട്ടിയ ഒരാൾക്ക്, അക്കാമ്പ് തുറന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളെ കാണാൻ ഒരു കുഴപ്പമില്ല, സുലഭമായിട്ട് കാണാം. അതിന് കൂടുതലായിട്ട് മെഡിറ്റേഷൻ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് മെഡിറ്റേഷൻ കൊടുക്കേണ്ടെന്ന്, അത് നമുക്ക് അടുത്തതിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇത്തരം അന്തരീക്ഷത്തിലുള്ള സകല എനർജികളും കാണാൻ പറ്റും. അത് വെച്ചിട്ട് വഴിയിൽ എത്രയൊക്കെ എനർജി ഉണ്ടെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അത്തരം എനർജികളെ നോക്കാറുള്ളൂ.